നമസ്കാരം. നമ്മളിപ്പോഴുള്ളത് ജോസിഗിരി മലയുടെ ഏറ്റവും മുകളിലാണ്. ഈ ജോസിഗിരി എന്ന് വരാൻ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഒരു കാലത്ത് മലയോര മേഖലയിലെ വിശപ്പഴ അകറ്റിയിരുന്ന, അതേപോലെ എല്ലാവർക്കും ഒരു കുടിൽ വ്യവസായം പോലെ ഉണ്ടായിരുന്നതാണ് പുൽത്തൈലം വാറ്റൽ എന്നൊരു പ്രക്രിയ. അങ്ങനെ ഒരു പണിയിലാണ് പഴയ കാലത്തെ പഴയ തലമുറയൊക്കെ അവരുടെ വിശപ്പകറ്റിയത്, അവരുടെ വീട്ടിലെ വരുമാനം കണ്ടെത്തിയത്, അങ്ങനെയൊക്കെ പറയുന്നത്. ഇപ്പം നമുക്ക് തെരുവുമല പോലുള്ള സ്ഥലത്തിൻ്റെ പേര് മാത്രമേ ഉള്ളൂ. ആ തെരുവുമലയിലേക്കുള്ള പേര് വരാൻ തന്നെ കാരണം തെരുവപ്പുല്ലാണ്. അങ്ങനെ ആ തെരുവപ്പുല്ല് വാറ്റിയെടുത്താണ് പഴയ തലമുറ ഈ നമ്മുടെ ഈ മലയോര മേഖലയിൽ ജീവിച്ചിരുന്നത്. അത്തരത്തിൽ അത് ഒരു 50 വർഷം മുമ്പ് വരെയാണ് ഈ തെരുവുമലയിൽ ഈ തെരുവുവാറ്റൽ ഉണ്ടായിരുന്നത്. ഈ കോഴിച്ചാല്, പുളിങ്ങോം, ചെറുപുഴ, ഈ ജോസിഗിരി, രാജഗിരി, ഈ താബൂർ മേഖലയിലൊക്കെ വ്യാപകമായ എല്ലാ വീടുകളിലും തെരുവുവാറ്റുണ്ടായിരുന്നു ഒരു 50 വർഷം മുമ്പ് വരെ. ഇപ്പോൾ അതൊരു 50 വർഷം ശേഷം ഇപ്പോൾ അതേ മാതൃകയിൽ തന്നെ നമ്മുടെ കുഞ്ഞുവർക്കിച്ചാട്ടൻ ജോസിഗിരിയിൽ വീണ്ടും തെരുവാറ്റ് തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ഈ പുതിയ തലമുറയോ അല്ലെങ്കിൽ നമ്മൾ ആരും ഇങ്ങനെ കേട്ടുകേൾവി ഉള്ളതല്ലാണ്ട് ഇത് എവിടെയും കണ്ടിട്ടുണ്ടാവില്ല ഈ മേഖലയിൽ. അപ്പോൾ അത് കാണുക, അതിനെപ്പറ്റി ഒന്ന് പരിചയപ്പെടുക എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. നമ്മുടെ പിന്നിൽ കാണുന്നത് പോലെ പുതിയതായിട്ട് തന്നെ ഈ തെരുവ് മാറ്റാൻ വേണ്ടി നമ്മുടെ കുഞ്ഞുവർക്കിച്ചേട്ടൻ അതിനായി തന്നെ ഒരു വലിയൊരു അടുപ്പും ഡ്രമ്മും വെള്ളവും മറ്റു സംവിധാനമൊക്കെ മാറ്റി വരുന്ന സാധനം, വീഴാനൊരു പാത്രം, അതുപോലെ തെരുവപ്പുല്ല്, ഇങ്ങനെയൊക്കെ ഈ നാട്ടിലൊക്കെ ഇപ്പോൾ മറ്റ് കൃഷികളൊക്കെ നശിച്ച് ആദ്യ ആൾക്കാർ ഇങ്ങനെ ഈ മലയിറങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോഴാണ് ഈ കുഞ്ഞുവർക്കിച്ചാട്ടൻ ഇത്തരത്തിൽ ഒരു പഴയ ഈ കുഞ്ഞുവർക്കിച്ചാട്ടൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ കുടുംബസമേതം ഈ കൃഷിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തരത്തിൽ ഈ കുടിൽ വ്യവസായമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. തെരുവപ്പുല്ല് മലയിൽ നിന്ന് അരിഞ്ഞുകൊണ്ട് വന്ന് ഇങ്ങനെ വാറ്റിയെടുത്താണ് ഇവരുടെ കുടുംബമൊക്കെ പഴയ കാലത്ത് പുലർന്നത്. അപ്പോൾ ഈ കൃഷിയൊക്കെ നശിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിൽ ഒരു തെരുവ് വാറ്റിയെടുക്കുന്ന സ്ഥിതിയിലേക്ക് തന്നെ ഇവർ വീണ്ടും എത്തിയിരിക്കുക. അപ്പൊ ഇങ്ങനെ ആണ് നമ്മുടെ കുഞ്ഞാടവൻ. അപ്പൊ ഇത് എങ്ങനെയായിരിക്കും ഇതിന്റെ വിപണി സാധ്യത ഉണ്ടോ? ഈ സാധനത്തിന് വിപണി സാധ്യത വളരെ കുറവാണ്. അന്വേഷിക്കുന്നിടത്ത് ഇതിന് മാർക്കറ്റ് കുറവാണ്. അതുപോലെ ഇപ്പൊ ഞാൻ അന്വേഷിച്ചിടത്ത് ഇവിടെ തിരുവാങ്കൂർ ഭാഗത്തെങ്ങാണ്ടാണ് രണ്ട് കച്ചവടക്കാർ ഇതിനു വേണ്ടി ഉള്ളത്. അവിടെ കിലോയ്ക്ക് 2000 രൂപയാണ് അവർ പറയുന്നത്. പിന്നെ ഇതിന് സെട്രോൾ നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാലിൻ്റെ ഫാറ്റ് നോക്കുമ്പോൾ ഇത് നോക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതിൽ കൂടുതൽ വന്നാൽ സെട്രോൾ എന്ന് പറയുന്നത് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ വിലയിൽ അല്പം കൂടി മുന്നോട്ട് പോകും. ഒരു 2500 3000 ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും. അല്ലാതെ സാധാരണ രീതിയിലുള്ളൂ കൊടുത്താൽ 2000 ആണ് അവിടെ മാർക്കറ്റ് ഉള്ളൂ എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അതേപോലെ ഈ തെരുവ് ഇതെങ്ങനെയാ ഈ അടുപ്പ് ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയത്? ഇത് നമ്മൾ സ്വന്തമായിട്ട് കല്ലും മണ്ണും കൊണ്ടുവന്ന് ഉണ്ടാക്കിയതാണ്. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന അടുപ്പല്ല, ഇതിന്റെ അടിയിൽ വേറൊരു അടുപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ തീ കത്തണമെങ്കിൽ അതിന്റെ അടിയിൽ നിന്ന് ഏറ് കയറി വരണം. അപ്പോൾ അടിയിൽ ഇങ്ങനെ നമ്മളൊരു തോട് പോലെ 2 സൈഡും കെട്ടി അതിന്റെ മുകളിൽ പാലക്കല്ല് പോലെ ഇങ്ങനെ വട്ടം വെച്ചിട്ടാണ് ഇപ്പൊ ഈ അടുപ്പ് കഴിക്കുന്നത്. അതിനെ കുഴിയടുപ്പെന്നാ പറയുക, അടിയടുപ്പെന്നാ പറയുക മറ്റേതിന്. ഇത് അടുപ്പ്, ഇതിന്റെ അടിയിൽ വേറൊരു അടുപ്പ്. അപ്പൊ അങ്ങനെ കെട്ടി ഉണ്ടാക്കി നമ്മൾ സ്വന്തമായിട്ട് കെട്ടി എടുത്താണ് ഇത്. ഇതിന് ഈ വാറ്റാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടേ? വാറ്റാൻ പുല്ല് വേണം, പിന്നെ വിറക് വേണം, വെള്ളം വേണം, പിന്നെ ഇതിൻ്റെ ഈ സാമഗ്രി യന്ത്രങ്ങൾ വേണം. അത്രേ ഇതിന് പ്രത്യേകിച്ച് വേറെ ഒന്നും വേണമെന്നില്ല. ഈ വിറകും പുല്ലുമാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. വെള്ളവും വേണം. വെള്ളം ശരാശരി ആ പാത്രത്തിൽ വന്ന് ചാടിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഈ വർക്കിച്ചാട്ടൻ വിചാരിക്കുന്നത് പുതിയ തലമുറ ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു പഠിപ്പിക്കുകയാണ് എൻ്റെ ലക്ഷ്യം. പഠിപ്പിക്കലാണ് എൻ്റെ ലക്ഷ്യം. താല്പര്യമുള്ളവർ വരിക, കാണുക, അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. പുല്ലിന് മാത്രം വില ഇല്ലല്ലോ അല്ലെ? പുല്ല് നമുക്ക് വെറുതെ പുല്ല് എവിടെയെങ്കിലും കിട്ടും. പക്ഷെ അതിന്റെ ഞാൻ പറഞ്ഞ ഞാൻ പെരിങ്ങന്ന് തോന്നുന്നത് ഇപ്പൊ ഇന്നലെ 3000 രൂപ വണ്ടിക്കൂലി കൊടുത്തു. പുല്ല് പോലെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതിന്റെ നമുക്കിവിടെ ഈ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ വണ്ടിക്കൂലി അത്രയല്ലേ കുറച്ച് കൊടുക്കണ്ടോ. അപ്പം അകലേന്ന് കൊണ്ടുകൊണ്ടുകൊണ്ട് ഇത്രയും പൈസ കൊടുക്കേണ്ടി വന്നു. ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പോയി, പുല്ലുകൾ ഇല്ലാതെയായി. ഇപ്പം പിന്നെ ഒരു 2 എമ്പോ 1 എമ്പോ എവിടെയെങ്കിലും കിട്ടിയാലും നമുക്ക് വണ്ടിക്ക് കൊണ്ടുവന്നാലും മുതലാവില്ല. അപ്പോൾ ഒരു ട്രിപ്പ് എടുത്ത ഒരു 5 എമ്പിനുള്ളതെങ്കിലും കിട്ടിയെങ്കിൽ നമുക്ക് ഇവിടെ അടുത്ത് കിട്ടിയാലും നമുക്ക് ഒപ്പിച്ച് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പുതിയ തലമുറയെ പഠിപ്പിക്കുക. ഇപ്പൊ കൃഷിയെല്ലാം കഴിഞ്ഞ ആൾക്കാരൊക്കെ ആദ്യമേ മലയിറങ്ങുന്ന സാഹചര്യമാണ്. അപ്പൊ നിങ്ങൾ ഇറങ്ങണ്ട, ഇങ്ങനെ അവസരം ഉണ്ടെന്ന് ആൾക്കാരെ പഠിപ്പിക്കുകയാണോ? പഠിപ്പിക്കില്ല. ഇവിടെ ആർക്ക് വേണേലും വരാം, എപ്പോൾ വേണേലും വന്ന് പഠിപ്പിക്കും. ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം ഇവിടെ ഉണ്ടെങ്കിൽ പഠിപ്പിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ വന്ന് കാണുക, ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ട് എന്ന് കാണുക ഈ നാട്ടിലുള്ളവർ. പിന്നെ പുറമേ നിന്ന് വരുന്നവർക്ക് ചിലപ്പം പഠിപ്പിച്ച് കൊടുക്കാനൊന്നും ഞാൻ ഒന്നും വരില്ല.
ഇപ്പോൾ ഇവിടെ ഈ റിസോർട്ടിലൊക്കെ വരുന്നവരും ഇപ്പം എല്ലാ ദിവസവും പാഞ്ഞു വന്നാൽ ഞാൻ ഇവിടെ മെനക്കെട്ടിരിക്കാൻ പറ്റുമല്ലോ. അങ്ങനെയാണുള്ളത്. അപ്പം അത് തന്നെയാണ് നമ്മളോട് വർക്കിച്ചേട്ടൻ പറയുന്നത്. നമ്മുടെ ഈ മേഖലയിൽ കൃഷിയൊക്കെ കഴിഞ്ഞ് ആൾക്കാരെല്ലാം കൃഷി നശിച്ചു എന്ന് പറഞ്ഞ് നമ്മളെല്ലാം ഇവിടുന്ന് ഇപ്പം ഒരു കാലത്ത് ഇങ്ങോട്ട് കുടിയേറിയതാണ് ഈ മേഖലയിലേക്കൊക്കെ ആൾക്കാർ. അവരൊക്കെ കുടിയിറങ്ങി പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇന്ന് നമ്മുടെ ഈ മലയോര മേഖലയിൽ എവിടെയും കാണാൻ സാധിക്കുന്നത്. ഒട്ടുമിക്ക പ്രദേശം കാട് കയറിയൊക്കെ നശിക്കുകയാണ്. അപ്പം നിങ്ങൾ കൃഷി നശിച്ചു എന്ന് കുടിയിറങ്ങണ്ട എന്നാണ് വർക്കിച്ചേട്ടൻ പറയുന്നത്. ഇങ്ങനെ പഴയ കാലത്ത് ആൾക്കാർ ജീവിച്ചിരുന്നു, ഇതിലൂടെ നല്ലൊരു വരുമാനം കണ്ടെത്തിയിരുന്നു. അങ്ങനെ ഇത് വ്യാപകമായ രീതിയിൽ ഒരു കുടിൽ വ്യവസായമായി കൊണ്ടുപോയാൽ പഴയതുപോലെ ആൾക്കാർക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ആൾക്കാരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് കുഞ്ഞു വർക്കിച്ചേട്ടൻ ചെയ്യുന്നത് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ, പാടിയോട്ടുചാൽ, മാതമംഗലം. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. വിശ്വസ്ത സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. ഫോൺ 04985 240 650.